blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഓരോ ആഴ്ചകളും വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ നന്മകളാൽ നിറയ്ക്കുകയും ഓരോ ദിവസവും പുലർത്തുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൻ്റെ സ്പോൺസർക്കായി നമ്മളെല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ഡാനിയൽ ബെസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന 19-ാം തീയതി തൻ്റെ ജന്മദിനമാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് എല്ലാവിധ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും തൻ്റെ മേൽ വരേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവ് ബെസ്റ്റിൻ ജോസിനായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനുഗ്രഹങ്ങളാൽ താൻ നിറയട്ടെ. അമ്മ ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലവിധ അനുഗ്രഹങ്ങളാലും നിൻ്റെ മകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകലരും ചേർന്ന് കർത്താവെ ഈ സമയത്ത് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇൻ അഡ്വാൻസ്. വി വിഷ് യു ഡാനിയൽ ബെസ്റ്റിൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. തുടർന്ന് ഇന്ന് നമ്മുടെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. അതിനുശേഷം വചന ശുശ്രൂഷ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബ്രദർ, ഇദ്ദേഹത്തിൻ്റെ പേര് രതീഷ് എന്നാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന തൻ്റെ ഭാര്യ മീനു. ഇവർ പരിമലിൽ നിന്നാണ് വരുന്നത്. ഇദ്ദേഹത്തിന് ജോലി ആർമിയിലാണ്. 3 വർഷമായിട്ട് ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ ഒത്തിരി മാനസികമായ പ്രശ്നത്തിലൂടെ, ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയൊരു കുടുംബമാണ് ഇന്ന് ബ്രദറിൻ്റെ തൊട്ടരികിൽ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഇവർ പറഞ്ഞത് ഇതാണ്: 2007 ഇവർ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം ഏകദേശം 6 വർഷത്തോളം ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അത് മുഖാന്തരം മറ്റുള്ളവർ പല കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇവർക്ക് ഈ പ്രത്യേകിച്ച് ബ്രദറിൻ്റെ അരികിൽ നിൽക്കുന്ന മീനു എന്ന് പറയുന്ന ആ കുഞ്ഞിന് മാനസികമായി ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ഒന്നാമത് കുഞ്ഞുങ്ങളില്ല, ഭർത്താവ് തൊട്ടരികിലില്ല, മാത്രമല്ല എല്ലാവരും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയും, അങ്ങനെ മാനസികമായി ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ഇവർ ഡോക്ടറുടെ അടുക്കൽ ചികിത്സ തേടിയിരുന്നു. ഡോക്ടർ ചികിത്സിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനി ഇതിന് ചികിത്സയില്ല, ഇനി ദൈവം തന്നെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾ കുഞ്ഞുങ്ങൾ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് സൂര്യ TV ചുമ്മാ ഒന്ന് രാവിലെ ഓൺ ചെയ്തു. ഭർത്താവ് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട പ്രാർത്ഥനാ പ്രോഗ്രാമാണ് അതിൽ കാണുന്നത്. ആ സമയത്ത് ഇദ്ദേഹം ഇത് കണ്ടു. അപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ ഇതെല്ലാം കേട്ടു. അങ്ങനെ ഒരു വിശ്വാസം തൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ തുടർച്ചയായി താൻ ഇത് കാണുമായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കാണും, കണ്ടിന്യൂസ് കാണത്തില്ലായിരുന്നു. പക്ഷേ തൻ്റെ ഭാര്യയോട് ഈ വിവരം പറഞ്ഞു. പക്ഷെ ഭാര്യയ്ക്ക് അതിലൊന്നും വലിയ വിശ്വാസമുണ്ട്. മിനുവിന് അതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവർ 2012 മെയ് മാസം നമ്മുടെ
എറണാകുളത്തുള്ള ഇടപ്പള്ളിയിലെ, കൊച്ചിയിലെ ഇടപ്പള്ളിയിലെ പ്രാർത്ഥനാ സ്ഥലത്ത് ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചു. ഓക്കെ. 2012 കഴിഞ്ഞ വർഷം മെയ് മാസം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സ്ഥിരമായി ബ്ലെസ്സിംഗ് ടുഡേ കാണണം, ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞു. അങ്ങനെ ഇവർ ഒരുമിച്ച് ബ്ലെസ്സിംഗ് ടുഡേ കാണുമായിരുന്നു. അപ്പോൾ ഒരുമിച്ച് അവിടെ ആയിരിക്കുന്ന സമയത്ത്, ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുപിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രദർ ഇങ്ങനെ ചില വാക്കുകൾ വിളിച്ചു പറഞ്ഞു. അതിങ്ങനെയാണ്: കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ ഒരുമിച്ച് കൈകോർത്തു പിടിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ ആ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം രതീഷ് എന്ന് പറയുന്ന ഈ ബ്രദർ പറഞ്ഞത് ഇതാണ്: പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു വിശ്വാസം അങ്ങോട്ട് വരാൻ തുടങ്ങി. ബ്രദർ പെട്ടെന്ന് വിശ്വാസം വരാൻ തുടങ്ങി. അങ്ങനെ 2 പേർക്കും വിശ്വാസമായി. കർത്താവ് ചെയ്ത കാര്യമെന്ന് പറയുന്നത്, പിറ്റേ മാസം മെയ്യിലാണ് ഇത് കാണുന്നത്. പിറ്റേ മാസം ജൂൺ മാസം, മെയ് മാസം ഇത് കണ്ടു. ബ്രദർ പറഞ്ഞ വാക്കുകൾ കേട്ടു, വിശ്വസിച്ചു. ജൂൺ മാസം 17-ാം തീയതി ഇവർക്ക് മനസ്സിലായി തൻ്റെ ഭാര്യയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. പിറ്റേ മാസം തന്നെ ഭാര്യ ഗർഭിണിയായി. ഇന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് 40 ദിവസം പ്രായമായ ഒരു ആൺകുഞ്ഞാണ് തൻ്റെ കയ്യിലുള്ളത്. കാരണം ഒത്തിരി മാനസികമായ ബുദ്ധിമുട്ടിലൂടെ, വിഷമങ്ങളിലൂടെ, കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ്. പക്ഷേ മാനസികമായി ആ വിഷമത്തിൽ കിടക്കാതെ അവരെ വിടുവിച്ച് ദൈവം അനുഗ്രഹിച്ച ഒരു ആൺകുഞ്ഞിനെ നൽകി 40 ദിവസം പ്രായമായ ഒരു കുഞ്ഞുമായിട്ടാണ് ഇന്ന് ബ്രദറിന്റെ അരികിൽ ഇവർ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്! കണ്ണുനീർ താഴ്വരയിലൂടെ പോകുമ്പോൾ അതിനെ ജലാശയമാക്കി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. കാര്യം ഇത് പ്രഗ്നന്റ് ആയിട്ട് ഇന്ന് വരെയും ഇതിന് ഛർദിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ ഇത് സ്പെഷ്യലാണ്, ദൈവം കൊടുക്കുന്നതൊക്കെ സ്പെഷ്യലാണ്. സാധാരണ സ്ത്രീകൾ എത്ര ഛർദിച്ച് എന്തെല്ലാം അസ്വസ്ഥതകളിലൂടെ പോകുന്നു, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഡെലിവറിയിൽ ആയിട്ട് ലേബർ റൂമിൽ കയറ്റിയതിന് ശേഷം കുറേ സമയം എടുത്തു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ചിലപ്പം സിസേറിയൻ ആയിരിക്കും, കുറച്ച് പ്രശ്നമുണ്ട്, ഓപ്പറേഷന് വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചു അവിടെ നിന്നിട്ട് പറഞ്ഞു കോൾ സെന്ററിലോട്ടൊന്ന് വിളിക്കണമെന്ന്. കോൾ സെന്ററിൽ വിളിക്കണമെന്ന് സിസ്റ്ററോട് പറഞ്ഞു വിട്ടു. ഞാൻ വെളിയിൽ നിന്ന് വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, പ്രാർത്ഥിക്കുക. അവര് പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പം വരത്തില്ല, ഇത് നോർമൽ ഡെലിവറി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോർമൽ ഡെലിവറി ഉണ്ടായി. ഓ, സിസേറിയൻ വേണ്ടി വന്നില്ല. ഗ്രേറ്റ്. എല്ലാവരും കൈകൾ നീട്ടി കുടുംബത്തെ അനുഗ്രഹിക്കാമോ? 2 കൈകളും നീട്ടിപ്പിടിച്ച്. കർത്താവെ, ദൈവം പ്രവർത്തിച്ച ഈ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. അവരുടെ ഓരോ പ്രാർത്ഥനയ്ക്കും കർത്താവെ നീ മറുപടി കൊടുത്തല്ലോ. ഭാര്യയും ഭർത്താവിനെയും കുഞ്ഞിനെയും ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം കർത്താവെ, ഈ സാക്ഷ്യം കാണുന്ന കേൾക്കുന്ന സകലരുടെയും മേൽ ദൈവത്തിൻ്റെ കൃപ, രോഗസൗഖ്യം, അത്ഭുതത്തിൻ്റെ ശക്തി ഇപ്പോൾ ഞാൻ പകരുന്നു. കർത്താവ് എന്നോട് പറയുന്നു, ഇതൊക്കെ കാണുമ്പോഴും ഉള്ളിൽ വിശ്വാസമില്ലാത്ത പലരുമുണ്ട്. എന്നാൽ നിങ്ങളെയും കർത്താവ് തൊടുന്നു. ചിലരുടെ അകത്ത് വിശ്വാസം പകരുന്നു, ചിലരുടെ അകത്തൊരത്ഭുതം പകരുന്നു. ഇതുവരെ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ചിലർ വിശ്വസിക്കുന്നു. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ അങ്ങത് ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബൈബിൾ പറയുന്നു, നമ്മുടെ പിതാവ് സൽഗുണ സമ്പൂർണൻ എന്ന് വെച്ചാൽ സൽഗുണങ്ങളിൽ സമ്പൂർണനായിരിക്കുന്നവൻ. നല്ല ഗുണങ്ങൾ എല്ലാവരിലും ഉണ്ട്, പക്ഷെ കുറച്ച് വേണ്ടാത്തതും കാണും. നമുക്കൊക്കെ നല്ല ഗുണങ്ങളും കുറേ കാണും, കുറച്ച് വേണ്ടാത്ത കയ്യിലിരിപ്പും കാണും. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹി ഈസ് പെർഫെക്റ്റ് ഇൻ ഓൾ ഗുഡ് ക്വാളിറ്റീസ്. നല്ല ഗുണങ്ങളെല്ലാം നിറഞ്ഞ തികഞ്ഞിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഗോഡ് ഈസ് പെർഫെക്റ്റ്. അവൻ സമ്പൂർണതയുള്ളവനാണ്. പല ആളുകളിലും സ്ട്രെങ്ത്സും കാണും, വീക്ക്നെസ്സും കാണും. ദൈവത്തിൽ സ്ട്രെങ്ത്സ് മാത്രമേ ഉള്ളൂ, വീക്ക്നെസ് ഇല്ല. ദൈവത്തിൽ ബലഹീനതകളില്ല, ദൈവത്തിന് നല്ലത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തിൽ കാണുന്ന പല ക്വാളിറ്റീസിൽ ചിലത് മാത്രം. ഒന്ന്, ഫോർഗിവിങ് നേച്ചർ. നമ്മുടെ പിതാവിന്, നമ്മുടെ ദൈവത്തിന് ക്ഷമിക്കുന്ന ഒരു സ്വഭാവം, ശീലം ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15:11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാണാതെ പോയതിനെ കണ്ടുകിട്ടുന്ന ഒരധ്യായമാണ്.
ലൂക്കോസ് 15. കാണാതെ പോയ 3 കാര്യങ്ങളെ അവിടെ കണ്ടുകിട്ടുന്നുണ്ട്. കാണാതെ പോയ ഒരു ആടിനെ തിരിച്ചു കിട്ടിയ ഇടയൻ്റെ സന്തോഷം അതിൽ പറഞ്ഞിട്ടുണ്ട്. കാണാതെ പോയ ഒരു നാണയം തിരികെ കിട്ടിയ വീട്ടമ്മയുടെ സന്തോഷം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കാണാതെ പോയ ഒരു മകനെ തിരിച്ചു കിട്ടിയ പിതാവിൻ്റെ അത്യന്തമായ സന്തോഷവും അവിടെയുള്ളൊരു വലിയ ആഘോഷവും പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് കാണാതെ പോയ മകനെ കണ്ടുകിട്ടുന്ന ഭാഗത്ത് നമ്മൾ സാധാരണ അതിന് പറയുന്നത് മുടിയൻ പുത്രൻ്റെ ഉപമ എന്നാണ്. മുടിയനായ പുത്രൻ്റെ ഉപമ, അങ്ങനെയാണ് കോമൺലി അത് അറിയപ്പെടുന്നത്. എന്നാൽ അത് വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ധൂർത്തപുത്രൻ്റെ ഉപമ എന്നും അതിനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ധൂർത്തടിച്ച, പിതാവിൻ്റെ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ച ഒരു പുത്രൻ്റെ ഉപമ. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ധൂർത്തടിക്കുന്നത് പുത്രനല്ല, പിതാവാണ്. സ്നേഹം, തൻ്റെ ക്ഷമാശീലം ധൂർത്തടിച്ച ഒരു പിതാവിനെയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളൊക്കെ ഇവിടെ ഇന്ന് ഇങ്ങനെ ഇരിക്കാൻ, ഈ ഷേപ്പിലിരിക്കാനൊരു കാരണം ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്വഭാവമാണ്. ഒരു 100 കോടി പ്രാവശ്യമെങ്കിലും ദൈവം നമ്മളോട് ക്ഷമിച്ചു കാണും, ഏറ്റവും കുറഞ്ഞത്. കാരണം അത്രത്തോളം കുരുത്തക്കേടുകൾ നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തെല്ലാം വേണ്ടാത്തത് നമ്മൾ ചിന്തിക്കുന്നു, വേണ്ടാത്ത സംസാരിക്കുന്നു, വേണ്ടാത്ത പ്രവർത്തിക്കുന്നു. പക്ഷെ ദൈവം അങ്ങനെ അങ്ങ് ആക്ഷനൊന്നും എടുത്തില്ല. ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒരു പൊടി പോലും കാണില്ലായിരുന്നു. എന്നാൽ ദൈവം ക്ഷമിക്കുന്നവനാണ്. അത് പ്രകടമായി കാണിച്ചു തന്നത് യേശുവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിനെ ക്രൂശിൽ തറക്കുന്നൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യർ, റോമൻ പടയാളികൾ തന്നെ ആ ഉണ്ടാക്കിയ കൈകളെ മരക്കുരിശിനോട് ചേർത്തടിക്കുന്നു. ആ സമയത്ത് യേശുവിൻ്റെ വായിൽ നിന്നും ശാപമല്ല വന്നത്, ന്യായവിധിയല്ല വന്നത്. ഇങ്ങനെയാ പറഞ്ഞ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുന്ന പിതാവിൻ്റെ ആ ദീർഘക്ഷമ നമുക്ക് കാണിച്ചു തരുന്ന യേശു, പുത്രനായ യേശു. ആ യേശുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ സൽഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമിക്കുന്ന സ്വഭാവം. ഹല്ലേലൂയ. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് എന്നോട് ചേർന്ന് പറയാം, പിതാവേ, ഈ നിമിഷം വരെ ദീർഘക്ഷമയോടെ എന്നെ നടത്തിയതിനായി നന്ദി പറയും. ഞാൻ ചെയ്ത കുറ്റങ്ങളും കുറവുകളും അങ്ങ് ക്ഷമിച്ചതിനാൽ നന്ദി പറയും. കൈകൾ താഴെയിടാം. രണ്ടാമത്തെ ഒരു ഗുണമാണ്, പിതാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഒരു ഗുണമാണ് അഫെക്ഷൻ അഥവാ സ്നേഹം. കുറച്ചുകൂടി നല്ല രീതിയിൽ പറഞ്ഞാൽ വാത്സല്യം എന്ന് പറഞ്ഞ്. ഇവിടെ കുഞ്ഞുങ്ങളുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിക്കാമോ? മക്കളുള്ളവർ, കുറേ പേർക്ക് മക്കളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് തോന്നുന്നത് എന്താണ്? ഒരു ഭയങ്കരമായ വാത്സല്യമാണ്. ആ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ, അവർ കളിക്കുകയും ഓരോ ഗോഷ്ഠികൾ കാണിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നു. മാത്രമല്ല, കുഞ്ഞുങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു വലിയ സ്നേഹവും ഒരു ഓമനത്വവും വാത്സല്യവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എല്ലാ പിതാക്കന്മാരുടെയും പിതാവായ ദൈവത്തിൽ നിന്നും നമ്മിലേക്ക് ഒഴുകി വരുന്ന സ്നേഹം എത്ര വലുതായിരിക്കും. ഒരു വചനം നമ്മളിവിടെ വായിച്ചു കേൾക്കും. ആവർത്തന പുസ്തകം 1:31 വാക്യം മൈക്കിലൂടെ വായിക്കും. ബൈബിളുകൾ ഉള്ളവർ ആ ഭാഗം ഒന്ന് നോക്കാം. ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലാത്തവർ ആ വാക്യം കുറിച്ച് വെച്ചിട്ട് വീട്ടിലെങ്കിലും ചെന്നത് വായിക്കണം. ആവർത്തന പുസ്തകം 1:31 നമ്മൾ കാണുന്നത്, There you saw how the Lord your God carried you as a father carries his son. All the way you went until you reached this place. ഒരു മനുഷ്യൻ
തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ, ചുമക്കുന്നത് പോലെ, എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ എത്തുവോളം നിങ്ങളുടെ ദൈവമായ യഹോവ മരുഭൂമിയിൽ നിങ്ങളുടെ വഴിയിലെല്ലാം നിങ്ങളെ വഹിച്ചു. യഥാർത്ഥത്തിൽ തർജ്ജമ ഇങ്ങനെയാണ്: ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ, തൻ്റെ മകനെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ മരുഭൂമിയിലൂടെ പോയ സമയത്ത് ഞാൻ നിങ്ങളെ എൻ്റെ കയ്യിൽ ചുമന്ന് നിങ്ങൾ ഇവിടെ വരെ ഞാൻ നിങ്ങളെ കൊണ്ടെത്തിച്ചു. ഓ മൈ ഗോഡ്! ആ വചനം മനസ്സിലായവരൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ! ഈ നിമിഷം വരെ, ഈ പ്രായം വരെ നിങ്ങളെ കൊണ്ടെത്തിച്ചത് എങ്ങനെയാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു, ഇതോടെ ഞാൻ തീർന്നു, ഇനി എനിക്ക് തോന്നുന്നില്ല ഞാൻ മുന്നോട്ട് പോകുമെന്ന്, ഇതോടെ എൻ്റെ ജീവിതം തീർന്നു, ഇതോടെ എൻ്റെ സന്തോഷം തീർന്നു, ഇതോടെ എൻ്റെ എല്ലാം തീർന്നു എന്ന് 1000 വട്ടം ചിന്തിച്ചിട്ടില്ലേ? പക്ഷെ അവിടെ തീർന്നില്ല. അതെല്ലാം കോമയും സെമിക്കോളനുമാക്കി മാറ്റി ദൈവം നിന്നെ വീണ്ടും മുന്നിലേക്ക് നടത്തി. ഇന്ന് വരെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ആ ദൈവത്തെ കൈകൾ അടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ! ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ പേറി അവനെ കൊണ്ടു നടക്കുന്നത് പോലെ നിന്റെ പിതാവ്, സ്വർഗത്തിലെ പിതാവ്, അദൃശ്യനെങ്കിലും നീ കണ്ടിട്ടില്ലെങ്കിലും നിന്നെ ഇന്ന് വരെ അവൻ്റെ അദൃശ്യമായ ശാശ്വത ഭുജങ്ങൾ നിന്നെ നടത്തി എന്നാണ് ദൈവം അവിടെ പറയുന്നത്. 103-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം കാണുന്നത് വേറൊന്നാണ്. അതൊന്ന് വായിച്ചു കേൾക്കാം. As a father has compassion on his children, so the Lord has compassion on those who fear him. അപ്പന് മക്കളോട് മനസ്സലിവ് തോന്നുന്നത് പോലെ, അപ്പന് തൻ്റെ മക്കളോട് മനസ്സലിവ് തോന്നുന്നത് പോലെ യഹോവയ്ക്ക്, ദൈവത്തിന് തന്നെ ഭയപ്പെടുന്നവരോട് മനസ്സലിവ്, തന്നെ ഭയപ്പെടുന്നവരോട് മനസ്സലിവുണ്ട്. 2 കണ്ണുകളും ഇങ്ങോട്ടൊന്ന് നോക്കാമോ? ഒരു പിതാവിന് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളോട് കരുണയുള്ളതുപോലെ ഓരോരുത്തരോട്, ഈ മുൻനിര മുതൽ അങ്ങോട്ട് ഓരോ നിരയിലും ഇരിക്കുന്ന തൻ്റെ ആൺകുഞ്ഞുങ്ങളോടും പെൺകുഞ്ഞുങ്ങളോടും ദൈവത്തിന് മനസ്സലിവുണ്ട്. നിന്നെ കാണുമ്പോൾ അവൻ്റെ മനസ്സങ്ങ് അലിഞ്ഞു പോകും. ഹല്ലേലൂയ! പ്രത്യേകിച്ച് ഓർക്കുക, God is not at all moving against you. God is moving for you. നിനക്കെതിരെ നീങ്ങുന്നവനല്ല ദൈവം, നിനക്ക് വേണ്ടി അനുകൂലമായി നിന്റെ പക്ഷത്ത് നിന്ന് നിന്നോട് കരുണ കാണിച്ച് നിന്നെ നടത്തുന്നവനാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ! ബൈബിൾ പറയുന്ന ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആർക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയും? ഹല്ലേലൂയ! ഒരു ലൂസിഫറിനും നിനക്കെതിരെ നിൽക്കാൻ കഴിയില്ല. കാരണം ദൈവം നിന്റെ പക്ഷത്താണ്, ലൂസിഫറിന്റെ പക്ഷത്തല്ല. ദൈവം എതിർപക്ഷത്തല്ല, നിന്റെ പക്ഷത്താണ്. ദൈവം ശത്രുപക്ഷത്തിലല്ല, നിന്നോടുകൂടിയാണ് ദൈവം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നവനാ ദൈവം. നിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ തലയാട്ടി കേൾക്കുന്നവനാ ദൈവം. ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് അവനെ ഇമ്മാനുവേൽ എന്ന് പറയുന്നത്. ഗോഡ് വിത്ത് us, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവം, നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ! അതുകൊണ്ട് സങ്കീർത്തനത്തിൽ ചോദിക്കുന്ന, മനുഷ്യർ എന്നോട് എന്തു ചെയ്യും? ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, കർത്താവ് എനിക്ക് തുണയാണ്. മനുഷ്യർ എന്നോട് എന്തു ചെയ്യും? ഈ ഹോളിൽ നിന്ന് വെളിയിൽ പോകുന്നതിന് മുൻപ് മനുഷ്യ ഭയം പുറത്തു കളയണം. ഭൂമിയിൽ ആരെയും നീ ഭയപ്പെടരുത്, മനുഷ്യരെ ഭയപ്പെടരുത്. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്, ദൈവം നിന്റെ പക്ഷത്താണ്. പ്രൈസ് ഗോഡ്! ഹല്ലേലൂയ! നെഞ്ചിൽ കൈവച്ച് പറയാമോ, ദൈവം എൻ്റെ പക്ഷത്താണ്? ഉറക്കെ ഒന്നുകൂടെ. ദൈവം ആരുടെ പക്ഷത്താ? ദൈവം ആരുടെ പക്ഷത്താണ്? ഇന്ന് ദൈവം ആരുടെ പക്ഷത്താണ്? ഉറക്കെ പറഞ്ഞ, എൻ്റെ പക്ഷത്താണ്. ഹല്ലേലൂയ! നിന്നോടുകൂടെ സൈഡിൽ നിന്ന് നിനക്ക് വേണ്ടി വാദിക്കുകയും നിനക്ക് വേണ്ടി നിൽക്കുകയും നിന്റെ ശത്രുക്കളെ ഓടിച്ചു കളഞ്ഞ് നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന പിതാവ്. ഹല്ലേലൂയ!
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവം നിന്നോട് മനസ്സലിവ് തോന്നിയിരിക്കുന്നു. അപ്പൻ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ ദൈവം നിന്നെ ചുമന്നുകൊണ്ട് നടന്ന് മരുഭൂമിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വഴിത്താരയിലൂടെ, കണ്ണുനീരിലൂടെ എല്ലാറ്റിലും നിന്നെ ചുമന്നു കൊണ്ടുവന്ന് ഇന്ന് വരെ നടത്തിയെന്ന് ദൈവം അവകാശപ്പെടുന്നു. കൈകൾ വീശി ഹല്ലേലൂയ പറയാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം സൽഗുണ സമ്പൂർണനാണ്. അതിലെ ചില ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ കണ്ട ഗുണം? ക്ഷമിക്കുന്ന, മനസ്സലിവുള്ള, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന, നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു പിതാവ്. വേറൊരു ഗുണമാണ്, ദൈവത്തിൻ്റെ ഗുണമാണ്, സത്യമുള്ളവനാണ്. നമ്മുടെ ദൈവം, നമ്മുടെ പിതാവ് സത്യമുള്ളവനാണ്. യേശയ്യാവിൻ്റെ പുസ്തകം 65:16 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഹൂ എവർ ഇൻവോക്സ് എ ബ്ലെസ്സിംഗ് ഇൻ ദ ലാൻഡ് വിൽ ഡു സോ ബൈ ദ ഗോഡ് ഓഫ് ട്രൂത്ത്. ഹി ഹു ടേക്സ് an oath in the land will swear by the God of truth. For the past troubles will be forgotten and hidden from our eyes. പൂർവകാലത്തെ കഷ്ടതകൾ മറക്കപ്പെടുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകയാൽ ഭൂമിയിൽ സ്വയം അനുഗ്രഹിക്കുന്നവൻ സത്യ ദൈവത്തിൽ സ്വയം അനുഗ്രഹിക്കും. സത്യദൈവത്തിൽ സ്വയം അനുഗ്രഹിക്കും. പിന്നെ ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ, ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. അവിടെ പറഞ്ഞിരിക്കുന്നത് സത്യദൈവം. നമ്മുടെ പിതാവിൻ്റെ പ്രത്യേകതയാണ്, അവനിൽ സത്യം മാത്രമേ ഉള്ളൂ. പൊളി ഒട്ടും ഇല്ല, കള്ളം ഒട്ടും ഇല്ല, ഭോഷ്ക ഒട്ടും ഇല്ല. നമ്മുടെ ദൈവത്തിൽ സത്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൽ എന്താണുള്ളത്? സത്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, സത്യ നമസ്കാരികൾ തന്നെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കാരണം എന്താ? ദൈവത്തിൽ കള്ളം ഒട്ടുമില്ല, ദൈവത്തിൽ ഭോഷ്ക ഒട്ടുമില്ല. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പ്രസാദിപ്പിക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഹലോ, ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചിട്ട് 1 കിലോ സ്വർണം ഞാൻ ദൈവത്തിന് കൊടുത്തേക്കാം, ദൈവം പ്രസാദിക്കില്ല. എന്നാൽ ദൈവം പ്രസാദിക്കുന്നത് നാം ഓരോരുത്തരും സത്യത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യവാനായ പിതാവ് അതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെയല്ലോ, ഇങ്ങനെയുള്ള സത്യ നമസ്കാരികളെയല്ലോ പിതാവ് അന്വേഷിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. കഴുത്തിന് തേയ്മാനം വന്ന് കോളർ ധരിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇത് ഞാൻ പറയുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ധരിച്ചിട്ടുണ്ടായിരിക്കാം, ധരിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ സാധാരണ ധരിക്കുന്നൊരു വ്യക്തിയാണ്. യേശുവിൻ നാമത്തിൽ ആ കഴുത്തിൻ്റെ എല്ലുകൾ സൗഖ്യമാകട്ടെ. ആ വേദന മാറിപ്പോട്ടെ. ശരീരത്തിൽ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ അനുഭവിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു. ഹാർട്ടിൻ്റെ തകരാറുകൾ മാറിപ്പോകട്ടെ. ആന്തരാവയവങ്ങൾ സൗഖ്യമാകട്ടെ. അൾസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. യൂറിനറി ബ്ലാഡറിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ മാറിപ്പോകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഫിസ്റ്റുല, ഫിഷർ മുതലായ രോഗങ്ങൾ, പൈൽസ് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അലർജികൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവെ, അത്ഭുതകരമായി നീ കുഞ്ഞുങ്ങളെ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. വിട്ടുവിട്ട് പനി വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. തോമസ് എന്നു പേരുള്ള ഒരു വ്യക്തി വിട്ടുവിട്ട് പനി വന്നുകൊണ്ടേയിരിക്കും. യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. വൃക്കയുടെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഓരോ വ്യക്തികളങ്ങ് പകരുന്നതിനാൽ നന്ദി. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവൻ ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു.
പ്രൊമോഷനുകൾ തടയപ്പെട്ട് കിടക്കുന്ന, അർഹത ഉണ്ടായിട്ടും പ്രൊമോഷൻ ലഭിക്കാത്ത വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ദൈവത്തിൽ നിന്നും അവർക്ക് കർത്താവെ ഒരു പ്രൊമോഷൻ ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുകയാണ്. കർത്താവ് ഓരോരുത്തരെയും ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിന്റെ ശരീരം പൊതിയുവാനായി സുഗന്ധവർഗം കൊണ്ടുവന്ന വ്യക്തി ആര്? വിച്ച് റിച്ച് മാൻ bought spices to embalm Jesus' body? Options: A. Gamaliel, B. Arimathea Joseph, C. Nicodemus, D. Jairus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.